Dear students, welcome to Learner's World. In this video, I'm going to talk about Secrets of Success from the Story of Bill Gates. It is Possible by Litan Chandomba. FIUGP, AC English, Commerce and Management, first semester, Calicut University. Summary of Success from the Story of Bill Gates. It is Possible. The book Secrets of Success from the Story of Bill Gates. It is Possible by Litan Chandoba explores the success story of Bill Gates, the co-founder of Microsoft, a company that marked a new era in the world of computers. സക്സസ് ഫ്രം ദ സ്റ്റോറി ഓഫ് ബിൽ ഗേറ്റ്സ് ഇറ്റ് ഇസ് പോസിബിൾ എന്ന് പറയുന്നത് ബിൽ ഗേറ്റ്സിൻ്റെ അദ്ദേഹം മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടറാണ് ഫൗണ്ടറാണ് അദ്ദേഹത്തിൻ്റെ വിജയ കഥയാണ് ഇതിൽ പറയുന്നത്. Dr. Chandoba as a motivational speaker, author and leadership consultant. അപ്പോൾ ഇതിൻ്റെ റൈറ്റർ ചന്തോബയാണ്, ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, ഓഥറാണ്, ലീഡർഷിപ്പ് കൺസൾട്ടൻ്റ് ആണ്. ദ ബുക്ക് ബിഗിൻസ് ബൈ ഹൈലൈറ്റിംഗ് ഗേറ്റ്സ് ഏർലി ഫാസിനേഷൻ വിത്ത് കമ്പ്യൂട്ടേഴ്സ് ഈവൻ വെൻ ഹി വാസ് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ബിൽ ഗേറ്റ്സിൻ്റെ ആ ഒരു കമ്പ്യൂട്ടറിനോടുള്ള അമിതമായിട്ടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ താല്പര്യം കുട്ടിയായിരുന്ന സമയത്ത് തന്നെ, സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. He initially joined Harvard to study law. His passion for programming never faded. അപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ലോ പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു. പക്ഷേ തൻ്റെ പാഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ആയിരുന്നു. അതൊരിക്കലും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പാഷൻ എന്നാണ് പറയുന്നത്. In 1974, his friend Paul Allen introduced him to Altair 8800 microcomputer. 1974 അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള പോൾ അലനാണ് ആദ്യമായിട്ട് ഒരു മൈക്രോ കമ്പ്യൂട്ടർ ആൾട്ടയർ 8800 മൈക്രോ കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. Seeing its potential, the two young visionaries decided to develop a basic software program for it. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു ബേസിക് ഡെവലപ്പ് ചെയ്തു, ഒരു ബേസിക് സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ തീരുമാനിച്ചു. Their success with their Altair project led to the founding of Microsoft grew rapidly into a global leader in computer technology. അപ്പോൾ അവരുടെ ആ ഒരു ആൾട്ടയർ പ്രൊജക്റ്റിലുള്ള അവരുടെ ആ ഒരു വിജയം മൈക്രോസോഫ്റ്റ് ഫൗണ്ട് ചെയ്യുന്നതിലേക്ക് നയിച്ചു. Despite challenges such as software piracy and intense competition, Gates' commitment to innovation and improvement never stopped. അതായത് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർ പൈറസി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ മോഷണം, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഗേറ്റിന് വളരെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഇന്നോവേഷനിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നുള്ളതിലൊക്കെ ഒരുപാട് കമ്മിറ്റഡ് ആയിരുന്നു ഗേറ്റ്. അതിൽ ഒന്നും ഒരു മാറ്റവും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. By the 1980s, Microsoft revenue and influence had expanded worldwide, making Gates one of the richest individuals in history. അങ്ങനെ 1980s ആയതോടുകൂടി മൈക്രോസോഫ്റ്റിൻ്റെ റവന്യൂ ഒക്കെ വർദ്ധിക്കാൻ തുടങ്ങി, ഇൻഫ്ലുവൻസ് വർദ്ധിക്കാൻ തുടങ്ങി ലോകത്തുടനീളം. അങ്ങനെ ഗേറ്റ് ഒരു റിച്ചസ്റ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലായിട്ട് മാറി ചരിത്രത്തിൽ. A key message from the book is that vision is the foundation of success. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ ഒരു കീ ഫൗണ്ടേഷൻ, ഒരു നാഴികക്കല്ല് എന്ന നിലയിൽ ഇതിൽ പറയുന്നത് വിഷനാണ് ഒരു സക്സസ്, ഒരു വിജയത്തിൻ്റെ ഒരു നാഴികക്കല്ല് എന്ന് പറയുന്നത്. ദീർഘദൃഷ്ടി. Gates' dream was to see a computer on every desk and in every home. ഗേറ്റ്സിൻ്റെ ഡ്രീം എന്ന് പറയുന്നത് അതായത് ഓരോ വീട്ടിലും ഓരോ കമ്പ്യൂട്ടർ, അതുപോലെ ഓരോ ഡെസ്കിലും ഓരോ കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത്. His clear, powerful vision guided every decision he made. അദ്ദേഹത്തിൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള വിഷനായിരുന്നു, കാഴ്ചപ്പാടായിരുന്നു, ദീർഘദൃഷ്ടിയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനങ്ങൾ എടുക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. The author emphasizes that true leadership means inspiring others to
ബിലീവ് ഇൻ എ ഷെയർഡ് ഡ്രീം ആൻഡ് വർക്കിംഗ് ടുഗദർ ടു അച്ചീവ് ഇറ്റ്. ഇതിൽ റൈറ്റർ എംഫസൈസ് ചെയ്യുന്നുണ്ട് ട്രൂ ലീഡർഷിപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിരിക്കണം. അതായത് നമ്മൾ ഷെയർ ചെയ്യുന്ന ആ ഒരു സ്വപ്നം അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിരിക്കണം. അതുപോലെ ഒരുമിച്ച് അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. അതാണ് ട്രൂ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഗൈഡ്സ് എബിലിറ്റി ടു തിങ്ക് ഡിഫറെൻ്റ്ലി, ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ആൻഡ് അഡാപ്റ്റ് ടു ചേഞ്ച്, ഡെമോൺസ്ട്രേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ലീഡർഷിപ്പ്. ഗൈഡ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഗൈഡ്സിന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അതുപോലെ റിസ്കുകൾ ഏറ്റെടുത്തിരുന്നു. അതുപോലെ മാറ്റങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ ഒരു ലീഡർഷിപ്പിൽ ഫ്ലെക്സിബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആളായിരുന്നു ഗേറ്റ്. Dr. Chandra also points out that success demands resilience, teamwork, and willingness to learn from failure. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റർ ഡോക്ടർ ചന്ദ്ര പോയിൻറ്റ്സ് ഔട്ട് ചെയ്യുന്നുണ്ട്, സക്സസ്സിന് എന്താവശ്യമുണ്ട്, റെസിലിയൻസ് ആവശ്യമുണ്ട്, ഒരു ചെറുത്തുനിൽപ്പ് ആവശ്യമുണ്ട്. അതായത് ഏത് നമ്മുടെ തോൽവിയിൽ നിന്നും ഉയർന്നു വരാനുള്ള ആ ഒരു റെസിലിയൻസ് ആവശ്യമുണ്ട്. അതുപോലെ ഒരു ടീം വർക്ക് ആവശ്യമുണ്ട്. അതുപോലെ തോൽവിയിൽ നിന്ന് എഴുന്നേറ്റ് അതിൽ നിന്ന് പഠിക്കാനുള്ള ഒരു വില്ലിങ്നെസ് അതൊക്കെ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. ഗേറ്റ് സ്റ്റോറി ടീച്ചേഴ്സ് ദാറ്റ് പാഷൻ കമ്പൈൻഡ് വിത്ത് റെസിസ്റ്റൻസ് ക്രിയേറ്റ്സ് ലാസ്റ്റിംഗ് റിസൾട്ട്. അപ്പോൾ ഈ ഗേറ്റിൻ്റെ സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത് പാഷൻ അതുപോലെ പെർസിസ്റ്റൻസുമായിട്ട് കമ്പൈൻ ചെയ്താൽ ഒരു നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. എ സ്ട്രോങ് വിഷൻ നോട്ട് ഓൺലി ഷേപ്സ് വൺസ് പാത്ത് ബട്ട് ഓൾസോ മോട്ടിവേറ്റ്സ് അതേഴ്സ് ടു കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിഷൻ ഒരാളുടെ ജീവിത പാത മാത്രമല്ല ഷേപ്പ് ചെയ്യുന്നത്, അതിലുപരിയായിട്ട് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതും കൂടെ ഉണ്ട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. The book concludes that success is not an accident. It is the result of continuous effort, creative thinking, and unwavering belief in one's purpose. ഈ ഒരു ബുക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് സക്സസ് എന്ന് പറയുന്നത് ഒരു ആക്സിഡൻ്റലി സംഭവിക്കുന്ന ഒന്നല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ടിൻ്റെ ഫലമായിട്ടുള്ളതാണ് സക്സസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ക്രിയേറ്റീവ് തിങ്കിങ്, അൺവേവറിങ് ബിലീഫ് ഒക്കെ ഉണ്ടായിരിക്കണം ഒരാളുടെ ലക്ഷ്യത്തിൽ. Bill Gates' journey proves that with focus and determination, achieving greatness is needed possible. അപ്പോൾ ബിൽ ഗേറ്റ്സിൻ്റെ